ശ്രീകൃഷ്ണന്റെയും ജാംബവതിയുടെയും മകനായ സാംബുവിന്റെ ജനനം അസാധാരണമായ സാഹചര്യങ്ങളിലാണ് നടന്നത്. കൃഷ്ണന്റെ 8ാമത്തെ ഭാര്യയായ ജാംബവതിക്ക് തന്റെ മറ്റു ഭാര്യമാർക്ക് കുട്ടികളുള്ളതുപോലെ ഒരു മകനെ ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഈ ആഗ്രഹം സാധിക്കുന്നതിനായി കൃഷ്ണനും ജാംബവതിയും ചേർന്ന് ഹിമാലയത്തിൽ പോയി മഹർഷി ദുർവാസാവ് ഉപദേശിച്ചതുപോലെ ശിവനെ പ്രീതിപ്പെടുത്താൻ കഠിനമായ തപസ്സനുഷ്ഠിച്ചു. അവരുടെ കഠിനതപസ്സിൽ സന്തുഷ്ടനായ ശിവൻ അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് എല്ലാ ഗുണങ്ങളോടും കൂടിയ ഒരു പുത്രൻ ജനിക്കുമെന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ ശിവന്റെ അനുഗ്രഹത്താൽ ജനിച്ച ആ പുത്രന് സാംബൻ എന്ന് പേരിട്ടു. സാംബൻ അതിസുന്ദരനും തേജസ്സുള്ളവനുമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ സ്വഭാവം അല്പം ദുഷിച്ചതായിരുന്നു. അതിനാലാണ് ദുര്യോധനന്റെ മകളായ ലക്ഷ്മണയെ സാംബൻ തട്ടിക്കൊണ്ടുപോയത്. അതുപോലെ മഹർഷി ദുർവാസാവിനെ പരിഹസിച്ച സാംബൻ യാദവ വംശത്തിന്റെ നാശത്തിന് കാരണമാകുന്ന ഒരു വലിയ ശാപത്തിന് ഇരയായി. സാംബന്റെ ദുഷ്ചെയ്തികൾ യാദവ വംശത്തിന്റെ നാശത്തിന് കാരണമായി. എന്നിരുന്നാലും സാംബന്റെ കഥയിൽ ഒരു ഗുണപാഠമുണ്ട്. സൗന്ദര്യത്തിന് അപ്പുറം സ്വഭാവത്തിനും മൂല്യങ്ങൾക്കും പ്രാധാന്യമുണ്ടെന്ന് സാംബന്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നു.